ഒരു ബിഗിനർ noob എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക ആൻഡ് യു പോസ്റ്റ് ഇറ്റ് ഓൺ യുവർ പ്രൊഫൈൽ. ഐ എം എ WordPress developer. It's not going to work. Because daily ഹാക്ക് ആക്കപ്പെടുന്ന WordPress വെബ്സൈറ്റ്സ് ഉണ്ട്. You need to address the main concerns. Because നമ്മളിപ്പോൾ ഓൾഡ് ഔട്ട്ഡേറ്റഡ് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെബ്സൈറ്റ് വിൽ ബി സെയിം, ബട്ട് അതിൻ്റെ എൻവയൺമെൻറ്റും അതിൻ്റെ പ്ലഗിൻസിലൊക്കെ അവർ ബഗ് ഫിക്സസ് ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നതാണ്. സോ ഇഫ് യു മേക്ക് എ വെബ്സൈറ്റ് ആൻഡ് ലീവ് ഇറ്റ് aside and after 3 years നമ്മൾ കയറി നോക്കുമ്പോൾ മേ ബി ഒരു ഹാക്കറിൻ്റെ ലാൻഡിംഗ് പേജ് ആയിരിക്കും മിക്കവാറും കാണുന്നത്. സോ ഡെയിലി യു നീഡ് ടു ചെക്ക് ദ വെബ്സൈറ്റ്സ്. ഇറ്റ്സ് നോട്ട് ഡെയിലി, ഒരു പീരീഡിൽ നമ്മളൊരു മെയിൻ്റനൻസ് പോലെ വെക്കുക എന്നുള്ളതാണ്. സോ സെക്യൂരിറ്റി കൺസേൺ ഇസ് വാട്ട് യു നീഡ് ടു അഡ്രസ്. സോ വെൽക്കം ടു ദ ഷോ. അപ്പോൾ തുടങ്ങേണ്ടിയിട്ട് തന്നെ ലൈക്ക് യു ആർ എൻ എക്സ്പേർട്ട് അറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ വെബ് ഡെവലപ്മെൻറ്റ്, വേർഡ് നോ കോഡ് ഡെവലപ്മെന്റ് ഒക്കെ. സോ നമ്മൾ ഇപ്പം ബേസിക് ആയിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ഫ്രം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറ്റ്സെൽഫ്. കാരണം വെച്ചാൽ ഇതെല്ലാം വരുന്നത് അണ്ടർ വൺ പ്ലാറ്റ്ഫോമിലല്ലേ. സോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പം ഈ വെബ് ഡെവലപ്മെന്റ് എന്നുള്ള സംഭവം വിത്ത് സംതിങ് ദാറ്റ് അഗെയിൻ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് വെബ്സൈറ്റ്സ് ആയി കഴിഞ്ഞാലും ഇതൊക്കെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം. സോ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സമയത്ത് ഈ വെബ് ഡെവലപ്മെന്റ് അഗെയിൻ ലൈക്ക് അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നുള്ള സംഭവം മോസ്റ്റ് ഓഫ് ദ ബിസിനസ്സസ് കൺസിഡർ ചെയ്യാത്തൊരു കാര്യം കൂടിയാണ്. സോ വെബ്സൈറ്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിന്റ് എന്താണ്? ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണ്? ബേസിക്കലി ഫസ്റ്റ് തിങ്, ഓൺലൈൻ പ്രസൻസ് ഇസ് ഓൾ അബൌട്ട് ബീങ് യുവർ ബിസിനസ് എവറിവെയർ, ഓൾമോസ്റ്റ് എവറിവെയർ. അവരുടെ വിസിബിലിറ്റിയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഇപ്പോൾ നമുക്ക് സോഷ്യൽ ചാനൽ സിസ്റ്റം പോലെ ഉണ്ട്, ബട്ട് പ്രൈമറിലി എവറി ബിസിനസ് വാസ് ഓൺ വെബ്സൈറ്റ്സ്. സോ എല്ലാ കമ്പനിക്കും ഇനീഷ്യലി വെബ്സൈറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ദ പ്രൈം തിങ് സ്റ്റാർട്ടഡ് ഫ്രം വിസിറ്റിംഗ് കാർഡ്സ്. നമ്മൾ വിസിറ്റിംഗ് കാർഡ്സിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമറിലി ആൾക്കാർ വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടായിരുന്നത്. ലൈക്ക് നോ വൺ ഷുഡ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡൊമൈൻ. സോ ആ ഒരു ഡൊമൈനിന് വേണ്ടി മാത്രം പർച്ചേസ് ചെയ്തിട്ട് വെബ്സൈറ്റ്സ് ബിൽഡ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാളുണ്ടായിരുന്നു. But now it's 2022, we can see like almost എല്ലാ വെബ്സൈറ്റ്സും it's made for conversion focus ചെയ്തിട്ടാണ്. ആൻഡ് if you're into digital marketing, you know എല്ലാ കൺവേർഷൻസും പ്രൈമറി ഒരു ക്ലയൻറ്റിനെ ഓൺ ബോർഡ് ചെയ്യുന്നത് you get conversions from your website and it's something like it's peak. നമ്മുടെ ഒരു ഷോപ്പിലൊരു സെയിൽസ്മാൻ നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് ഒരു വെബ്സൈറ്റ് ആക്ച്വലി മെസ്സേജസ് കൺവേ ചെയ്യുന്നത്. സോ ഇറ്റ് ക്യാൻ സംടൈംസ് ബി പെർസ്വേഡിങ്, അതർവൈസ് ചിലപ്പോൾ അതൊരു പോർട്ട്ഫോളിയോ ടൈപ്പ് ആവും. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഇസ് എൻഡ്ലെസ്. ആദ്യമൊക്കെ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് പേരിനുണ്ടായാൽ മതിയായിരുന്നു അടിച്ചു വെക്കാൻ വേണ്ടിയിട്ട്. സോ നൗ ഇഫ് ദർ ഇസ് നോ വെബ്സൈറ്റ് ദർ ഇസ് നോ ക്രെഡിബിലിറ്റി. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് ബിസിനസ്സൊക്കെ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ഇഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ദെൻ വെബ് ഇസ് ദ ബേസിക് തിങ് ദാറ്റ് യു നീഡ്. ആൻഡ് ദർ ആർ അതർ പ്ലാറ്റ്ഫോംസ് ആസ് വെൽ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസൊക്കെ നല്ലൊരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്നത് തന്നെയാണ്. ബട്ട് യു നീഡ് ടു ഹാവ് എൻ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓഫ് യുവർ ഓൺ. Either if it is for namesake or if it is for business, it does work in both ways. സോ അഗെയിൻ നമ്മൾ ബിസിനസ് വന്ന സമയത്ത് ഇപ്പോൾ ഒരു ട്രെൻഡിൽ ലൈക്ക് ലാൻഡിംഗ് പേജ് ഡിസൈൻ. യെസ്. സോ വെബ്സൈറ്റ്സ് ആണോ ഓർ ലൈക്ക് ലാൻഡിംഗ് പേജ്, വിച്ച് വൺ ഈസ് ലൈക്ക് ലാൻഡിംഗ് പേജസ് ആർ മോസ്റ്റ്ലി ഫോർ കൺവേർഷൻസ്, സെയിൽസ്, അതാണ് മെയിനായിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് വെബ്സൈറ്റ്സ് ആസ് ഐ ടോൾഡ് പോർട്ട്ഫോളിയോ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ലൈക്ക് ഫോർ എ കൺസ്ട്രക്ഷൻ കമ്പനി ആൻഡ് ദർ ആർ കമ്പനീസ് വിച്ച് ഡസ് നോട്ട് റിക്വയർ ലാൻഡിംഗ് പേജ് അറ്റ് ദി ഫസ്റ്റ്. കാരണം അവിടെ ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യാനോ ലൈക്ക് ഓൺ ബോർഡിങ്ങിൽ നമുക്ക് വരുന്ന സമയത്ത് ഒരു ഫ്രഷ് യൂസറിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ലാൻഡിംഗ് പേജസ് യൂസ് ചെയ്യുന്നത്. ബട്ട് ദിസ് ഇസ് ഫോർ സംതിങ് ലൈക്ക് ഒരു ഇൻഫോർമേറ്റീവ് വെബ്സൈറ്റ്സ്. ദർ ആർ ഇൻഫോർമേറ്റീവ് വെബ്സൈറ്റ്സ് ആസ് വെൽ. നമ്മളിപ്പോൾ BBC ന്യൂസ് ആണെന്നുണ്ടെങ്കിലും ന്യൂസ് വെബ്സൈറ്റ്സ് ആണെങ്കിലും ഇറ്റ്സ് ഓൾ കമ്മിങ് അണ്ടർ ബ്ലോഗ്സ് ആൻഡ് വെബ്സൈറ്റ്സ്. So landing page is needed, but basically landing page inde main usage una it's either for retargeting or for getting sales from conversions. So again website both are equally important. Okay but so landing രണ്ട് യൂസ് ആണ് വരുന്നത്. രണ്ട് യൂസ് ആണ് വരുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു അഗെയിൻ ഒരു ബിസിനസ്സിന് തന്നെ ഇപ്പോൾ സെയിൽസ് ആണ് മെയിൻ ഫോക്കസ് എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ജസ്റ്റ് ലൈക്ക് എ പോർട്ട്ഫോളിയോ and landing page is for main advertising. Like conversion, leads. If someone is searching for you on the web, they find you. Normal websites. If you are going to the customers, mostly use landing pages. So again websites എന്ന് പറയുന്ന സമയത്ത് ബിസിനസ് ആർ ലൈക്ക് മൾട്ടിപ്പിൾ ടൈപ്സ്. ഇപ്പോൾ ലൈക്ക് വൺ പേഴ്സൺ ബിസിനസ് ഉണ്ട്, ലൈക്ക് പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്, പേഴ്സണൽ ബ്രാൻഡ്സ് ഉണ്ട്, ചാരിറ്റി ആസ് വെൽ. ചാരിറ്റി എല്ലാം ഉണ്ട്. സോ നമ്മൾ മോസ്റ്റ്ലി ബിസിനസ് ഇപ്പം ഐ തിങ്ക് മോസ്റ്റ് ഏകദേശം ഈവൻ ക്രിയേറ്റേഴ്സ് ആയി കഴിഞ്ഞാലും ഇപ്പം സോളോപ്രനേഴ്സ് ആയി കഴിഞ്ഞാലും സ്മോൾ ബിസിനസ് ആയി കഴിഞ്ഞാലും എല്ലാവരും ദേ ട്രൈ ടു ബിൽഡ് വെബ്സൈറ്റ്സ് അല്ലേ. പക്ഷേ ഇറ്റ്സ് സച്ച് എ ഡിഫിക്കൽട്ട് ടാസ്ക്. ഞാൻ പേഴ്സണൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ട്രൈഡ് ലൈക്ക് എന്താ പറയുക ബിൽഡിംഗ് എ വെബ്സൈറ്റ് ഓൺ മൈ ഓൺ. ഞാനൊരു പരിധി വരെ എത്തി, പക്ഷേ ഐ ജസ്റ്റ് ദെൻ ഐ ഡ്രോപ്ഡ് ഇറ്റ്. Halfway drop. Okay, which platform?
കുറേ പ്ലാറ്റ്ഫോം ട്രൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് വേർഡ് പ്രസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് സ്ക്വയർ പേസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് മെയിൽ ചിമ്പ് ഒരുപാട് ലൈക്ക് ലാൻഡിംഗ് പേജിന് വേണ്ടിയിട്ട് ഒരുപാട് ലൈക്ക് ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഗെറ്റ്സ് ഹിഡിയസ് അല്ലേ, ബട്ട് യു ആർ an expert at WordPress basically. Yes. So even like എന്താ പറയുക, സ്ക്രാച്ച് എന്ന് കോഡ് ചെയ്തിട്ട് വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഓഫ് നോ കോഡ് അല്ലെ, എല്ലാം എല്ലാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ഒക്കെയാണ്. സോ വൈ ഈസ് ദാറ്റ്, യു നോ, ആൻഡ് ആസ് ഫാർ ആസ് ഐ നോ, നിങ്ങളിപ്പം it's not recently that you have switched to WordPress. ഒരുപാട് വർഷമായിട്ട് WordPress since 2015. WordPress like you're teaching that. And you're conducting workshops, you're consulting people to like build websites and all that. So why have, like, 2015 തൊട്ടിട്ട് WordPress stick ചെയ്യണമെന്നുണ്ടെങ്കിൽ there is a reason. There should be a reason, right? So what is the reason behind choosing WordPress? Basically ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുകയാണെന്നുണ്ടെങ്കിൽ WordPress, it was just like I accidentally started with WordPress. So നമ്മൾ മെയിനായിട്ട് ഞാൻ ആക്ച്വലി 12th കഴിഞ്ഞ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്. ഐ ഗോട്ട് എ ലാപ്ടോപ്പ് ഫ്രം മൈ ബ്രദർ. സോ അറ്റ് ദോസ് ഡേയ്സ് ലാപ്ടോപ്പ് വാസ് നോട്ട് ഈസി ടു ഗെറ്റ്. സോ എനിക്ക് ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടർ ബേസ് ആയിട്ട് പഠിക്കണം തോന്നി. സോ ഐ ആസ്ക്ഡ് അബൌട്ട് വിച്ച് ആർ ദ കോഴ്സസ് റൈറ്റ് നൗ. സോ പൈത്തൺ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ആക്ച്വലി പഠിക്കാൻ തീരുമാനിച്ചിരുന്നത്. ആൻഡ് അറ്റ് ദാറ്റ് പോയിന്റ് കണ്ണൂരിൽ പൈത്തൺ കോഴ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും ഇല്ല. സോ നമ്മൾ 4 പേര് ഡിഫറെൻറ്റ് ലൊക്കേഷൻസിൽ നിന്ന് പൈത്തൻ്റെ എൻക്വയറി നടത്തി. സോ ദ കമ്പനി ഡിസൈഡ് നമ്മൾ പൈത്തൺ പഠിപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് പൈത്തൺ പഠിപ്പിച്ചു. സോ പൈത്തൺ പഠിപ്പിച്ച് അറ്റ് ഹാഫ് വേ നമ്മളെ W3 സ്കൂളിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ബേസിക്കലി അറ്റ് വൺ പോയിന്റ് HTML CSS ഒക്കെ ആവശ്യം വന്നു. സോ ആ കമ്പനി ആ അക്കാഡമി ആക്ച്വലി HTML CSS പഠിപ്പിക്കുന്നതാണ്. സോ ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഇൻ ലവ് വിത്ത്, ലൈക്ക് ബേസിക്കലി നമ്മൾ ഫ്രഷ് ആയിട്ട് കാണുന്നതാണ്. ഒരു മാക്യു ടെക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് HTML ഉണ്ടായിരുന്നു. ഇറ്റ് മൂവ്സ്, നമ്മുടെ ബസ്സിൻ്റെ ഒക്കെ മുമ്പിൽ നമ്പറൊക്കെ പേരൊക്കെ മൂവ് ചെയ്യുന്ന പോലെ. സോ അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത്, മാർക്കറ്റുകളൊക്കെ. സോ അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഫോൾ ഇൻ ലവ് വിത്ത് വെബ് മെയിൻലി. സോ ഞാനത് ഒറ്റയ്ക്ക് പഠിക്കാൻ ട്രൈ ചെയ്തു, HTML CSS ഒക്കെ ചെയ്തു. സോ ആൻഡ് ഫസ്റ്റ് ഇയർ ഓഫ് കോളേജ് നോർമലി എല്ലാ കാര്യങ്ങളൊക്കെ പോയി. ആൻഡ് സെക്കൻഡ് ഇയർ എനിക്കൊരു നമ്മുടെ അവിടെ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നു, അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഫസ്റ്റ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്തു. സോ ബേസിക്കലി HTML CSS JavaScript ഈ 3 സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള സംഭവം. ടെംപ്ലേറ്റ് എടുത്തിട്ട് ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തിട്ട് അതിലുള്ള കാര്യങ്ങൾ മാത്രം എഡിറ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. സോ സെക്കൻഡ് ക്ലയൻറ്റ് ഒരു ഇൻറ്റീരിയർ ഡിസൈൻ കമ്പനി ആയിരുന്നു. സോ ദെയർ റിക്വയർമെൻറ്റ് ചേഞ്ച്ഡ്. ഫസ്റ്റ് വൺ ജസ്റ്റ് ഒരു ലിസ്റ്റിംഗ് സ്റ്റാറ്റിക് വെബ്സൈറ്റ് ആണ്. ഇത് അവർ അപ്ലോഡ് ചെയ്യുന്ന വർക്കുകൾ അതിലേക്ക് വരണം, പുതിയ വർക്കുകൾ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റണം, കംപ്ലീറ്റ്ലി കസ്റ്റമൈസബിൾ ആയിരിക്കും. സോ വൺ പേഴ്സൺ അല്ലെങ്കിൽ വൺ മാൻ ഷോ എന്നുള്ളത് അവിടെ ഉണ്ടായി. ബിക്കോസ് ഐ ഷുഡ് ബി എ ഡെവലപ്പർ, ഐ ഷുഡ് ബി എ ഡിസൈനർ, എവറിത്തിങ് അറ്റ് വൺസ്. സോ ആ സമയത്ത് ഞാനിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്തു. ഇപ്പോൾ റിസോൺ ചെയ്ത പോലെ തന്നെ വീബ്ലി ട്രൈ ചെയ്തു, വിക്സ് ട്രൈ ചെയ്തു, ഇങ്ങനെ കുറേ പ്ലാറ്റ്ഫോംസ് ട്രൈ ചെയ്തു. ഈവൻ വീബ്ലിയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. സോ വീബ്ലിക്കൊക്കെ ക്രെഡിറ്റ്സ് റിമൂവ് ചെയ്യാൻ ആദ്യ സമയത്തൊക്കെ വളരെ പണിയായിരുന്നു. സോ വി ഫോർവേഡ് വിത്ത് മാസ്കിങ്, അങ്ങനെ കുറച്ച് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ബേസിക്കലി ബിൽഡ് ചെയ്തത്. ആൻഡ് അറ്റ് വൺ പോയിന്റ് ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ്, ക്ലയൻറ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ അയാൾക്ക് നമ്മൾ ചെയ്തത് പോരാതായി, റിക്വയർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കാൻ തുടങ്ങി. ദെൻ വൺ ഡേ എൻ്റെ ഫ്രണ്ട് ആക്ച്വലി എനിക്ക് സജസ്റ്റ് ചെയ്തതാണ്, ലൈക്ക് WordPress എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, യു ജസ്റ്റ് ട്രൈ. ആ സമയത്തിന് എൻ്റെ കോളേജിൽ സാർ എനിക്കൊരു അസൈൻമെൻ്റ് ആയിട്ട് നമ്മുടെ IC ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്പൺ സോഴ്സിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേജ് മാനേജ് ചെയ്യാൻ എനിക്ക് തന്നു. സോ ഐ ഹാഡ് നോ ഐഡിയ. ഐ ജസ്റ്റ് ലോഗ്ഡ് ഇൻ, യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, പേജസ് കണ്ടു, ജസ്റ്റ് എഡിറ്റ് ക്ലിക്ക് ചെയ്തു. ഒന്നുമില്ല, കാര്യമായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ആൻഡ് സഡൻലി ഔട്ട് ഓഫ് നോ വെയർ WordPress എന്നുള്ളൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഫെമിലിയറായി. ആൻഡ് വൺ ഡേ നമ്മളവിടെ IEDC എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, ലൈക്ക് ഫോർ സ്റ്റുഡൻറ്റ് ഓൺടർപ്രീനേഴ്സ്. സോ അങ്ങനെ സാർ എന്നോട് എന്തെങ്കിലും ഒരു ടോപ്പിക് പ്രസൻറ്റ് ചെയ്യാൻ പറഞ്ഞു. സോ ഹി തോട്ട് ഐ ആം ആൻ എക്സ്പെർട്ട് വിത്ത് WordPress. ഐ വാസ് നോട്ട്. സോ ആ സമയത്ത് WordPress എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. സോ ദാറ്റ് പെർട്ടിക്കുലർ ഡേ ഒന്നും കിട്ടിയില്ല കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ. ലൈക്ക് ഇറ്റ് വാസ് ഓപ്ഷണൽ, ഇഫ് യു ഡു ചെയ്തോ ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലാണ് സാർ സംസാരിച്ചിരുന്നത്. സോ ഞാൻ എന്തായാലും അത് പഠിക്കാൻ ജസ്റ്റ് എന്തൊക്കെയാണ് സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്ത് സംസാരിക്കാമല്ലോ, ഈവൻ ദ ഓഡിയൻസ് ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് ഇറ്റ്. സോ ഞാൻ കുറച്ച് സ്ലൈഡ്സൊക്കെ പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് ആ സമയത്തൊക്കെ നമ്മുടെ ലാബ്സ് ഒക്കെ വർക്ക് ചെയ്ത് നെറ്റ്വർക്കിലാണ്. സോ വെൻ ദ നെറ്റ്വർക്ക് ഇസ് ഡൗൺ നമ്മുടെ സേവിങ് നടക്കില്ല. ഞാൻ അങ്ങനെ ഏകദേശം 15 സ്ലൈഡ്സോളം പ്രിപ്പയർ ചെയ്തു. സോ ഔട്ട് ഓഫ് ദാറ്റ് 9 or 10 സ്ലൈഡ്സ് പോയി. മെയിൻ സ്ലൈഡ്സ് കംപ്ലീറ്റ്ലി പോയി. ദർ വാസ് നോ അതർ ഓപ്ഷൻ. സാറിനോട് ഞാൻ പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സാർ നോ അതർ വേ, യു ഷുഡ് പ്രസൻറ്റ് പറഞ്ഞു. സോ വാട്ട് ഈസ് WordPress, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ആ ഒരു അത് എന്നോട് തന്നെ ഉള്ളൊരു ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു. സോ ഐ വെൻറ്റ് ടു ദി സ്റ്റേജ്, ലൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 5 minutes സൈലൻസ്. ഐ ഡോണ്ട് നോ വാട്ട് ഐ ഡിഡ്. ആർക്കൊന്നും അറിയില്ല, എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല. സോ ഐ സ്റ്റാർട്ട് ടോക്കിംഗ് അബൌട്ട് WordPress. സോ ആ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞു. ബട്ട് ഐ തോട്ട് ദാറ്റ് സംവെയർ ഇറ്റ് ക്ലിക്ക്ഡ്. കാരണം ഞാൻ പറയുന്നതും ആ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നൊരു സംഭവം തന്നെയായിരുന്നു. സ്ട്രെയിറ്റ് ഔട്ട് ഓഫ് നോവെയർ
ഐ ലൈക്ക് ഹോസ്റ്റഡ് മൈ ഫസ്റ്റ് വെബ്സൈറ്റ് ഓൺ WordPress. ആ ക്ലയൻറ്റിന് അയാൾ പറഞ്ഞ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ്ലി WordPressൽ ഒരു തീം വെച്ചിട്ട് ചെയ്ത് കൊടുത്തു. ആ സമയം നമ്മൾ തീം പർച്ചേസ് ചെയ്തിട്ടാണ് ചെയ്യുക. സോ ഇറ്റ് കോസ്റ്റ് അറൗണ്ട് 3,000 4,000 rupees. സോ അത് വെച്ചിട്ട് കംപ്ലീറ്റ്ലി ചെയ്ത് കൊടുത്തു. ബട്ട് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. 2015 എന്നൊക്കെ പറയുമ്പോൾ സൈറ്റ് ഒറിജിൻ പോലുള്ള ബിൽഡേഴ്സാണ്. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഇൻട്രാക്റ്റീവ്. ദീസ് ഡേയ്സ് ഇറ്റ്സ് ഈസി. ആ സമയത്ത് അങ്ങനെ ആയതില്ല. യു നീഡ് ടു നോ HTML and CSS ടു സം എക്സ്റ്റെൻറ്റ്. സോ അങ്ങനെയാണ് ആക്ച്വലി WordPress എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇറ്റ് വാസ് 2016 and all. ആ സമയത്ത് ഒരു യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. ഹോഗൻ ഷോ എന്നാണ് പുള്ളിയുടെ പേര്. സോ ഹീ സ്റ്റാർട്ടഡ് ലൈക്ക് ഒരു WordPressൻ്റെ 1.5 hours ഒരു കോഴ്സാണ്. കോഴ്സ് മീൻസ് ജസ്റ്റ് ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. സോ ആക്സിഡൻ്റലി ആണ് ഞാനത് കണ്ടത്. ഐ നെവർ പ്ലാൻ ഫോർ ഇറ്റ്. ബട്ട് പുള്ളി ആ ഒരു വീഡിയോക്ക് ശേഷം ആ പെർട്ടിക്കുലർ തീമിൻ്റെത് ഒരു ഫ്രീ ഡൗൺലോഡ് ഓപ്ഷൻ വെച്ചിരുന്നു വിത്ത് നോ സ്ട്രിങ്സ് അറ്റാച്ച്ഡ്. സോ ഐ ഡൗൺലോഡ് തീം, ഇൻസ്റ്റാൾ ഓൺ മൈ വെബ്സൈറ്റ് ആൻഡ് എവറിത്തിങ് ചേഞ്ച്ഡ്. സോ അവിടെ നിന്നാണ് ആക്ച്വലി പേജ് ബിൽഡിങ് എങ്ങനെയാണ് സ്ക്രാച്ച് എന്ന് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് പഠിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ആഫ്റ്റർ ദാറ്റ് ഐ നെവർ ടച്ച്ഡ് എനി അതർ കോഡ്. ആദ്യം ഞാൻ PHP ചെയ്യാറുണ്ടായിരുന്നു വെബ്സൈറ്റ്സ്, ജാവാസ്ക്രിപ്റ്റ്, PHP, എവറിത്തിങ്. സിൻസ് ദെൻ പിന്നെ ഇതുവരെ ഇറ്റ്സ് അറൗണ്ട് 5 to 6 years കംപ്ലീറ്റ്ലി നോ അതർ പ്ലാറ്റ്ഫോംസ് അതർ ദാൻ WordPress. ഇതാണ് WordPressലേക്കുള്ള മൊത്തത്തിലുള്ളൊരു ജേണി. സോ ലൈക്ക് അഗൈൻ ഇപ്പം നമ്മൾ ഒരുപാട് പ്ലാറ്റ്ഫോംസ് പറഞ്ഞല്ലോ. ഇപ്പോൾ വിക്സ് പറഞ്ഞു, വീബ്ലി പറഞ്ഞു, സ്ക്വയർ സ്പേസ് പറഞ്ഞു, അതേപോലെ തന്നെ ഇപ്പോൾ വേർഡ്പ്രസ്സും പറഞ്ഞു. സോ വാട്ട് മേക്സ് ലൈക്ക് ഒബ്വിയസ്ലി ഐ തിങ്ക് I'll let you answer that because എനിക്ക് വലിയ ധാരണയില്ല. സോ വാട്ട് മേക്സ് WordPress സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദം? അല്ലെങ്കിൽ WordPress യൂസ് ചെയ്യുന്നതിൻ്റെ ബാക്കിയുള്ള കമ്പാരിബിൾ അഡ്വാൻറ്റേജ് എന്താ? മെയിൻ തിങ് ഫ്ലെക്സിബിലിറ്റി. നമുക്ക് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്, ദർ ഇസ് ഓൾമോസ്റ്റ് എ പ്ലഗിൻ ഫോർ ദാറ്റ്. പിന്നെ ബേസിക്കായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഷെയർ ഇറ്റ് ഈസ് നൗ 43%. 43% ഓഫ് ദി എൻറ്റയർ വെബ് ഇസ് പവർഡ് ബൈ WordPress. ആൻഡ് ഇയർ ഓവർ ഇയർ 4% ആണ് ഇൻക്രീസ് വരുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സ്റ്റഡി ഫോർ ദ ലാസ്റ്റ് 4 years. ഓക്കെ, സോ ഞാൻ മേ ബി ഇപ്പോൾ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ബൈ നെക്സ്റ്റ് ഇയർ 1 out of every 2 websites that you see is actually built using WordPress. So familiar ആണ്, but people think it's easy to start. Easy to start ആണ്, but the way is completely different. I know that. Okay, and the way is different as well as the security concerns, everything you need to address. Just ഒരു ബിഗിനർ noob എന്നുള്ള രീതിയിൽ വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുക and you post it on your profile, I'm a WordPress developer, it's not going to work because daily hack ആക്കപ്പെടുന്ന WordPress websites ഉണ്ട്. You need to address the main concerns. So other than that, WordPress, I don't see any competitor. വിക്സ് അത്യാവശ്യം ഡെവലപ്മെൻറ്റിലേക്ക് വരണുണ്ട്. ലൈക്ക് ഇറ്റ്സ് ഫോക്കസിങ് മോർ ഓൺ ഡെവലപ്പേഴ്സ് ആൻഡ് മച്ചൻഡോ ഇറ്റ്സ് വൺ സൈഡ് ഇറ്റ്സ് ഗോയിങ് ഫോർ ഇ-കൊമേഴ്സ്. സോ ഷോപ്പിഫൈ ആസ് എ പ്ലാറ്റ്ഫോം ഇസ് എൻ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ബട്ട് വേർഡ്പ്രസ്സിൽ WooCommerce എന്നുള്ളത് ആക്ച്വലി ഷോപ്പിഫൈ ആയിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്ലഗിനാണത്. സോ പോസിബിലിറ്റീസ് ആർ എൻലെസ്. ഓക്കെ, സോ അഗെയിൻ ലൈക്ക് WordPress ചിന്തിക്കുമ്പോൾ ഇറ്റ്സ് അഗെയിൻ എന്താ പറയുക, ഈസി ടു ഡെവലപ്പ്, ഈസി ടു സ്റ്റാർട്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് മോസ്റ്റ്ലി കാര്യങ്ങൾ. ഡിസൈൻസ് ഓക്കെ, ബട്ട് അഗെയിൻ പക്ഷേ ബട്ട് സ്റ്റിൽ ഒരുപാട് ലൈക്ക് ഓർഗനൈസേഷൻസ് ആയാലും കമ്പനീസ് ആയി കഴിഞ്ഞാലും കോഡഡ് വെബ്സൈറ്റ്സ് പ്രിഫർ ചെയ്യുന്നില്ല. സോ വൈ ഈസ് ദാറ്റ് പ്രിഫർ ഓൺ ദാറ്റ്? ഇവൻ ലൈക്ക് എല്ലാ ഫങ്ഷനാലിറ്റീസ് അവിടെ ഉണ്ടാകുമ്പോഴും സ്റ്റിൽ കോഡഡ് വെബ്സൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? മോസ്റ്റ്ലി ആ ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുകൊണ്ടുണ്ടായിരുന്നു കുറേ കാലം. ലൈക്ക് ദേ ഓൾസോ തോട്ട് WordPress is easy and this particular agency is making easy money. ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ they needed custom coded websites. But custom coded websites and WordPress, if they serve the same purpose, there is no need for going for the other kind. പിന്നെ even if you want to make a simple gallery, PHP there are a lot of testing നമുക്ക് നടത്തണം, image resizing, there are a lot of things to do. And ഇപ്പം recently Codeigniter Laravel platforms ഉണ്ട്, and there are plugins like almost all available for everything. But WordPressലാണെങ്കിൽ it's just already available. You just need to drag it and drop. So it's almost I think ആ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ റീസെൻ്റ്ലി വന്ന ക്ലയൻസ് ഒക്കെ they wanted WordPress. ലൈക്ക് അവരുടെ ഒരു മൈക്രോ സൈറ്റ് എന്തായാലും WordPress തന്നെ ചെയ്യണം. ബിക്കോസ് they wanted SEO എല്ലാം ചെയ്യണം, അവർക്ക് തന്നെ ഫുള്ളി കൺട്രോൾ ചെയ്യണം. they were little worried about AMC. Like if it is in PHP, you give a change, ഒരു റിക്വയർമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോസസ് ഇറ്റ് ആഫ്റ്റർ 2 weeks or so. ഇപ്പോൾ എന്തെങ്കിലും ഒരു ടെക്സ്റ്റോ ഒരു കോപ്പറേറ്റോ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ക്യാൻ ജസ്റ്റ് ലോഗിൻ ആൻഡ് ചേഞ്ച്. So it's almost easy for them. So time എന്നുള്ള സംഭവം it's saved a lot. Okay, all right. But there are issues ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഈസി പ്ലാറ്റ്ഫോംസിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ there are issues as well. But അത് നമുക്ക് at the end ഡിസ്കസ് ചെയ്യാൻ പറ്റും. Okay, so ഈ വേർഡ്പ്രസ് ഇപ്പം ഐ തിങ്ക് റംഷി യൂട്യൂബ് ആണ് മെയിൻ സോഴ്സ് ഓഫ് ലേണിംഗ്. Self-taught. So how did you learn? I think like you need to fall once to learn. Okay. സോ ബേസിക്കലി ഹോസ്റ്റിംഗ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഞാൻ വേർഡ്പ്രസ്സിലേക്ക് മെയിൻ കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ തുടങ്ങിയത്. ആ സമയത്ത് ലൈക്ക് 2015 വി യൂസ് ടു ഹോസ്റ്റ് വെബ്സൈറ്റ്സ് ഫോർ ഫ്രീ.
ഇപ്പോൾ ഉള്ള ഹോസ്റ്റിംഗ് ആക്ച്വലി ആ സമയത്ത് ഫ്രീ ആയിരുന്നു. സോ ദേ ഗേവ് 2 സബ് ഡൊമെയിൻസ്. ഞാൻ ആക്ച്വലി ആ ഒരു സമയത്ത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നതിന് പകരം സ്വന്തമായി റൂം എടുത്തിട്ട് പാർട്ട് ടൈം വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഐ വാസ് എ ലിറ്റിൽ ക്രേസി ടു ലേൺ ന്യൂ തിങ്സ്. പ്രസ്റ്റഷോപ്പ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ സബ് ഡൊമെയിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചത്. സോ ഐ ആക്സിഡൻ്റലി ഡിലീറ്റഡ് എ വെബ്സൈറ്റ്, ബട്ട് ഇറ്റ് വാസ് ദി ഒറിജിനൽ വെബ്സൈറ്റ്. വേർഡ്പ്രസ് ആയിരുന്നില്ല, ബട്ട് ഒറിജിനൽ വെബ്സൈറ്റ് ആയിരുന്നു. എനിക്ക് സെർവറിനെ കുറിച്ച്, ഇപ്പോൾ വേർഡ്പ്രസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി സെർവറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കില്ല. സോ ഇറ്റ്സ് ലൈക്ക് ദെയർ ആർ 1 click ഇൻസ്റ്റാൾസ്. സോ ഞാൻ ആക്ച്വലി ഡെലിവറി ചെയ്ത് പൈസ വാങ്ങിയൊരു വെബ്സൈറ്റ് അറിയാതെ ഡിലീറ്റ് ആക്കിപ്പോയി, ഇൻസ്റ്റെഡ് ഓഫ് ഡിലീറ്റിംഗ് മൈ ടെസ്റ്റ് വെബ്സൈറ്റ്. സോ ഇറ്റ് വാസ് ഓൾ ഗോൺ. എൻ്റെ ബർത്ത്ഡേയുടെ തലേന്നായിരുന്നു, ലൈക്ക് May 18th. ഇറ്റ് വാസ് ഓൺ May 17th. ഐ തിങ്ക് 2015, മേ ബി ഒരു 18, 20 ആ ഒരു സമയത്തുള്ളത്. ഇപ്പോൾ ഇപ്പം മാത്ത് കൂട്ടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല. സോ അത് ഡിലീറ്റ് ആയിപ്പോയി. ദർ ആർ നോ അതർ വേ. അതൊരു ലൈക്ക് ഒരു ചാരിറ്റി ഫൗണ്ടേഷൻ്റെ വെബ്സൈറ്റാണ്. സോ സ്ട്രേറ്റ് അവേ 1 WhatsApp മെസ്സേജ്: വി ആർ അണ്ടർ ഗോയിങ് എ സെർവർ മെയിൻ്റെനൻസ്, യുവർ വെബ്സൈറ്റ് വിൽ ബി ബാക്ക് ഷോർട്ട്ലി. നോ കോഡ്, നോ ബാക്കപ്പ്, നത്തിങ്. 1 night ഇരുന്നിട്ടാണ് കംപ്ലീറ്റ്ലി ആ വെബ്സൈറ്റ് ഞാൻ കോഡ് ചെയ്തിട്ട് സാധനം ചെയ്തത്. പണ്ട് ഉണ്ടായാലും ചെറിയൊരു ബാക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതും വെച്ച് ബാക്കി കംപ്ലീറ്റ് ചെയ്തു. സോ ധൈര്യം എന്ന് പറയുന്നത് ആ ഒരു പോർഷനാണ്. സോ ആഫ്റ്റർ ദാറ്റ് ഇൻസ്റ്റാളിങ് വേർഡ്പ്രസ്, എനിത്തിങ്. പ്രസ്റ്റഷോപ്പ് ഞാൻ അപ്പം തന്നെ വിട്ടു. സോ ഇഫ് നോട്ട് പ്രസ്റ്റഷോപ്പ്, അതർ പ്ലാറ്റ്ഫോംസ് നോക്കി. അങ്ങനെയാണ് നമ്മളൊരു ഇ-കൊമേഴ്സ് പ്രോജക്റ്റ് വന്നപ്പോൾ വേർഡ്പ്രസിലേക്ക് വന്നത്. സോ മെയിനായിട്ട് ആ ഒരു ഫോളിൽ നിന്നാണ് ഞാൻ ഹോസ്റ്റിങ്ങിനെ കുറിച്ച് പഠിച്ചത്. നൗ ഇഫ് ദർ ഇസ് എനി ഹോസ്റ്റിംഗ് റിലേറ്റഡ് ഇഷ്യൂസ്, ഓൾമോസ്റ്റ് ഐ നോ വാട്ട് ഇസ് ദ റീസൺ, എന്താണ് ഈ വരുന്ന റീസൺ എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ്സ് വൺ ഗുഡ് ഫോൾ. ഓക്കെ, ഓൾ റൈറ്റ്. സോ ലൈക്ക് നമ്മൾ അഗെയിൻ പഠിക്കുന്ന സമയത്ത് ലൈക്ക് നൗ ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ലേണിംഗ് വേർഡ്പ്രസ്. ബിക്കോസ് അഗെയിൻ യുനോ ഒരു ഇത് ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന ഒരുപാട് ആൾക്കാർ ഐ തിങ്ക് ദേ മൈറ്റ് ബി ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ അഗെയിൻ ചിലപ്പോൾ ഒരു അമേച്ചർ ആയിട്ടുള്ളൊരു പ്രൊഫഷണൽ വേണ്ടിയിട്ട് ലൈക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, ചിലപ്പം ബിഗിനറേക്കാളും താഴെയുള്ള ആൾക്കാരായിരിക്കും. സോ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അത് അപ്ഗ്രേഡ് ചെയ്യണം, എവിടെയൊക്കെ കാര്യങ്ങളാണ്, ലൈക്ക് വേ ഡു യു ഫൈൻഡ് പീപ്പിൾ മേക്കിംഗ് മിസ്റ്റേക്സ് മോസ്റ്റ്ലി, ബിക്കോസ് അഗെയിൻ യു ആർ എൻ എഡ്യൂക്കേറ്റർ ഓഫ് വേർഡ്പ്രസ് ആസ് വെൽ, റൈറ്റ്? സോ ആക്ച്വലി വേർ ടു സ്റ്റാർട്ട് എന്ന് പറയുന്നതിന് പകരം വേർ നോട്ട് ടു സ്റ്റാർട്ട് എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. ലൈക്ക് ഇഫ് യു ഗോ ഫോർ വേർഡ്പ്രസ് വെബ്സൈറ്റ്സ്, നമ്മൾ ഓൺലൈനായിട്ട് ഇപ്പോൾ ഇങ്ങനെ പഠിക്കാമെന്നൊക്കെ നോക്കുമ്പോൾ ദേ ഗോ ഫോർ ഫ്രീ ടൂൾസ്, കംപ്ലീറ്റ്ലി ഫ്രീ. എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് സിസ്റ്റത്തിലേക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഫോർ ദാറ്റ് റോങ് വേ എന്ന് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ്സ് വൺ, നമ്മൾ ലേണിംഗ് കർവാണ് മെയിനായിട്ട് വേർഡ്പ്രസിൽ ആവശ്യം വരുന്നത്. സോ ഇഫ് ദേ സ്റ്റാർട്ട് വിത്ത് ദി റോങ് വേ, അവിടെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫ്രീ വീഡിയോസൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഹോസ്റ്റിംഗ്, നമ്മളൊരു ഏറ്റവും ചീപ്പസ്റ്റ് ഹോസ്റ്റിംഗ് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസ്റ്റ് യു അറൗണ്ട് 1000 to 1500 rupees for 1 year. സോ അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വന്തം സിസ്റ്റത്തിൽ ലോക്കൽ സെർവേഴ്സ് സെറ്റ് ചെയ്തിട്ടാണ് വേർഡ്പ്രസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് യു ആർ ഇൻ ടു ഡെവലപ്മെൻറ്റ്, അതൊരു നല്ലൊരു ഓപ്ഷനാണ്. ബട്ട് ഇഫ് ഇറ്റ്സ് നോട്ട് ഫോർ ഡെവലപ്മെൻറ്റ്, ആ ഒരു പ്രോസസ്സാണ് ആദ്യം സ്റ്റോപ്പ് ചെയ്യുന്നത്. ലൈക്ക് ഇഫ് യു ആർ ഹോസ്റ്റിംഗ് എ വെബ്സൈറ്റ്, ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു ഡൊമൈനാണ്. So if you purchase a domain, you learn the process. It's just like adding a product to your cart, checking it out. You get discounts as well. So അത് വെരിഫൈ ചെയ്യുക, ആ ഒരു സ്റ്റെപ്പ് നമ്മൾ കൃത്യമായി പഠിച്ചു. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദി ഫ്രീ വേർഷൻ, നമ്മൾ ഡൊമൈൻ പർച്ചേസ് ചെയ്യാനുള്ള സ്റ്റെപ്പ് പഠിക്കില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് എ ഡൊമൈൻ, യു ഹാവ് നോ ഐഡിയ അബൌട്ട് ഹോസ്റ്റിംഗ്. സോ നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ് പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഹോസ്റ്റിംഗ് ഇസ് എൻ ഈസി സ്റ്റെപ്പ്. ഒരു സെർവർ എന്നുള്ളതാണ്, ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ കമ്പ്യൂട്ടർ യൂസ് ടു പ്രോസസ് നെറ്റ്വർക്ക് ഡേറ്റ. സോ നമ്മളൊരു സെർവർ പർച്ചേസ് ചെയ്യുന്നു. സോ ഇറ്റ്സ് ഓൾ ലൈക്ക് Amazon, e-commerce, all other e-commerce platforms. You buy hosting or server and you connect your domain and hosting. Now you can use that website for anything. It's not just WordPress. സോ ആ ഒരു പ്രോസസ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ മൈനസ് വേർഡ്പ്രസ് എന്തായാലും നമ്മൾ വെബ് ഹോസ്റ്റിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് പഠിച്ചു. ആൻഡ് ഫോർ ഹോസ്റ്റിംഗ് വെബ്സൈറ്റ് യു ക്യാൻ ചാർജ് അറ്റ്ലീസ്റ്റ് 1000 rupees, 2000 rupees, 3000 rupees എക്സ്ട്രാ. സോ അതാണ് മെയിനായിട്ടൊരു വേർഡ്പ്രസ് പഠിക്കേണ്ട ലേണിംഗ് കർവ് എന്നുള്ളത്. ആൻഡ് once you have your website hosted, you can install anything. അതിലാണ് നമ്മൾ വേർഡ്പ്രസിൻ്റെ ഇൻസ്റ്റാളേഷൻ പഠിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് വേർഡ്പ്രസ് എല്ലാ ഹോസ്റ്റിങ്ങുകളും ഇപ്പോൾ വേർഡ്പ്രസ് ഇൻസ്റ്റാളേഴ്സ് വളരെ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്. ഈവൻ 1 click ഇൻസ്റ്റാളേഴ്സ് വരെ ഉണ്ട്. They don't ask for anything, just your email, just your password, that's it. And they create an account for you. And within 1 second, ഇപ്പോൾ Namecheap പോലുള്ള പ്ലാറ്റ്ഫോംസ് within 2 minutes നമുക്ക് വേർഡ്പ്രസ് ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. Namecheap പോലുള്ള സംഭവങ്ങളില്ലേ, ലൈക്ക് ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസിൽ. സോ യു നീഡ് ടു ഗോ ദാറ്റ് വേ. ബൈ ഡൊമൈൻ, ബൈ ഹോസ്റ്റിംഗ്. Even if it costs you somewhere around 2000 rupees, it's okay. It's for your learning. 1 yearലേക്ക് നമുക്ക് ലേൺ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണത്. ദെൻ ഇൻസ്റ്റാൾ വേർഡ്പ്രസ് ആൻഡ് സ്റ്റാർട്ട്. അവിടെയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേർഡ്പ്രസിൻ്റെ ഫണ്ടമെൻറ്റൽസ് ആദ്യം പഠിക്കണം. ലൈക്ക് എന്താണ്, ഹൗ ഇസ് ദ ഡാഷ്ബോർഡ് വർക്കിംഗ്. ലൈക്ക് ഇഫ് നൗ വി നോ ഹൗ ടു യൂസ് വാട്സ്ആപ്പ്, വി നോ ഹൗ ടു യൂസ് ഇൻസ്റ്റാഗ്രാം, വി നെവർ ജോയിൻ ഫോർ എ കോഴ്സ്. ലൈക്ക് സോ സെയിം വേ തന്നെയാണ് നമ്മൾ വേർഡ്പ്രസ് പഠിക്കുന്നത്. സോ ഇഫ് ഇറ്റ് ഇസ് എ ഫ്രഷ് വെബ്സൈറ്റ്, യു ക്യാൻ എക്സ്പെരിമെൻറ്റ് ഓൺ ഇറ്റ്. എങ്ങനെയാണ് ബേസിക് ഡാഷ്ബോർഡ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ജസ്റ്റ് ഗോ ഫോർ തീംസ് ആൻഡ് പ്ലഗിൻസ്. പിന്നെയാണ് മെയിൻ ആയിട്ടുള്ള എങ്ങനെയാണ് പേജ് ബിൽഡിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് പഠിക്കുന്നത്. പേജ് ബിൽഡിംഗ് ഇസ് ഓൾ അബൌട്ട് ഡിസൈൻ.
നമുക്കിപ്പോൾ ഒരു ഡിസൈൻ, ഇപ്പോൾ റിസ്വാൻ ഒരു ഡിസൈൻ എനിക്ക് ഫോട്ടോഷോപ്പിൽ തരികയാണെങ്കിൽ ഐ ക്യാൻ കൺവേർട്ട് ഇറ്റ് ടു WordPress. അവിടെയാണ് പേജ് ബിൽഡിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. സോ ബേസിക് ലേണിംഗ് കർവ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് ഇറ്റ്. ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഡിസൈനിങ് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വെബ്സൈറ്റ്സും റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരും. സോ വൺസ് യു ഗെറ്റ് ദ കോൺഫിഡൻസ് യു ക്യാൻ ഡു ഓൾ ദ സ്റ്റാറ്റിക് വെബ്സൈറ്റ്സ് നമുക്ക് കംപ്ലീറ്റ്ലി ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ when a requirement comes for a dynamic website, we'll feel like I know how to do a static part. There's only one small dynamic part. Maybe അതിനൊരു പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. So you can just switch to it. ഇതാണ് ആക്ച്വലി ആ ഒരു ലേണിംഗ് കേവ്. ആൻഡ് ഐ ഹവ് ബീൻ ട്രൈയിങ് ഇറ്റ് ഫോർ ദി പാസ്റ്റ് 4 years. ആൻഡ് എൻ്റെ സ്റ്റുഡൻസ് ഓൾമോസ്റ്റ് ഇപ്പോൾ WordPress ഗൾഫിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒക്കെ ഉണ്ട്. സോ ബേസിക്കലി ഐ taught them for 2 to 3 days. 2 to 3 days? Maximum 2 to 3 days, including web hosting and domain and everything. So it's basically about the learning curve. ആ learning curve മനസ്സിലാക്കുക എന്നുള്ളതാണ്. Anyone can learn WordPress because it's all a click of button. But troubleshooting ഇതൊക്കെ പഠിക്കാനാണ് നമുക്ക് ആക്ച്വലി ടൈം എടുക്കുന്നത്. So if your learning curve is good, you will surely learn everything. And one more thing, don't go for free hosting. If you go for free hosting, because WordPress is actually environmentally വല്ലാതെ ഫോക്കസ്ഡ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സെർവറിൻ്റെ എൻവയൺമെൻറ്റ്, അതിൻ്റെ മാക്സിമം അപ്ലോഡ് സ്പീഡ്, ടൈം ഔട്ട്, ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ് വേർഡ്പ്രസിൻ്റെ നമ്മളെ മൊത്തത്തിലുള്ള ഇൻസ്റ്റാളേഷൻ എഫക്റ്റ് ചെയ്യും. സോ യു എൻകൗണ്ടർ മോർ ബഗ്സ് ഓൺ ഫ്രീ സെർവേഴ്സ് ദാൻ ഓൺ പെയ്ഡ് സെർവേഴ്സ്. സോ ഇഫ് യു പേ എ ലിറ്റിൽ എമൗണ്ട് ടു ലേൺ, മോസ്റ്റ് ഓഫ് ദി എറേഴ്സ് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്താണ് എറർന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ആൻഡ് യു ഗെറ്റ് ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് ആസ് വെൽ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഈ ഒരു വേ ആണ് ഞാൻ പേഴ്സണലി ചെയ്യണത്. ആൻഡ് ഐ തിങ്ക് വിത്തിൻ 2 days കുട്ടികൾക്ക് ഒരു ലാൻഡിംഗ് പേജ് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക്. ആൻഡ് വിത്തിൻ എ വീക്ക് ഓൾസോ ദേ ക്രിയേറ്റ് ദിയർ ഓൺ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്. ആൻഡ് വിത്തിൻ എ മന്ത് ദേ ഗിവ് മി എ കോൾ, സർ ഒരു വർക്ക് ഉണ്ട് എടുക്കട്ടെ, വിൽ യു ഹെൽപ്പ് മീ? സോ ഐ തിങ്ക് ദാറ്റ്സ് വൺ തിങ് ദാറ്റ് മേക്സ് മീ ഹാപ്പി. ബിക്കോസ് ആ ഒരു കോൺഫിഡൻസ് അവർക്ക് വരണമെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ലേൺ സംതിങ് ഫോർ ഷുവർ. സോ ഇറ്റ്സ് ബേസിക്കലി ട്രയൽ ആൻഡ് എറർ ആണ്. ആൻഡ് ലൈക്ക് മോസ്റ്റ്ലി സെൽഫ് ലേണിംഗ് ആണ്. മോസ്റ്റ്ലി സെൽഫ് ലേണിംഗ്, യെസ്. ഡിസൈൻസ് നമുക്ക് ഇൻസ്പിറേഷൻസ് എടുക്കാൻ പറ്റും ഡിസൈൻസിൻ്റെ ഇഷ്ടംപോലെ, ഡ്രിബിളിലാണെന്നുണ്ടെങ്കിലും അതുപോലെ പ്ലാറ്റ്ഫോംസിൽ. ബട്ട് എവറിത്തിങ് ഡിസൈൻ ഇസ് ഓൾ അബൌട്ട് റോസ്, കോളംസ് ആൻഡ് എലിമെൻറ്റ്സ്. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. റോസ് റിപ്പീറ്റ് ചെയ്യുന്നില്ല, കോളംസ് റിപ്പീറ്റ് സൈഡ് വേസ് ആൻഡ് വിഡ്ജറ്റ്സ് റിപ്പീറ്റ് ഡൗൺവേർഡ്സ്. ഇത് പഠിച്ച് കഴിഞ്ഞാൽ ഈവൻ ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ ഇപ്പോൾ അക്കാഡമി സ്റ്റുഡൻസ് പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ വി ടീച്ച് ആപ്പിൾ വെബ്സൈറ്റ്സ് ഓൾസോ. ആപ്പിളിൻ്റെ ഹോം പേജ് ബിൽഡ് ചെയ്യാനുള്ളതാണ്. അറ്റ് ദി ഏജ് ഓഫ് 18 or 19 or 20 we referred it for designs. Now we are creating the same design with zero code. So it's also possible in WordPress. Okay, complete learning curve covered. All right, so അടുത്തൊരു ചോദ്യം എന്നുള്ളത് it's for businesses. So again ഒരുപാട് വേർഡ്പ്രസ് ലൈക്ക് വെബ്സൈറ്റ്സ് വിത്തുന്ന ആൾക്കാർ അഗെയിൻ ആഫ്റ്റർ ദ ബിൽഡ് അവരാണ് മോസ്റ്റ്ലി കൺട്രോൾ ചെയ്യുന്നത്. ബട്ട് ഐ ബിലീവ് ദാറ്റ് ഒരുപാട് മിസ്റ്റേക്സ് വരുത്താറുണ്ട് ആഫ്റ്റർ ദേ ടേക്ക് കൺട്രോൾ ആൻഡ് ദേ റീച്ച് ബാക്ക് ടു അസ്, റൈറ്റ്? സോ ടു അവോയ്ഡ് ദാറ്റ് മിസ്റ്റേക്സ്, എന്തൊക്കെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് യൂഷ്വലി വരുന്നത് ആൻഡ് ഹൗ ടു അവോയ്ഡ് ദാറ്റ്? മെയിനായിട്ട് അവരുടെ സൈഡ്, ഇപ്പോൾ ക്ലയൻറ്റ് അല്ലെങ്കിൽ ബിസിനസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന സമയത്ത് അവരുടെ എക്സ്പേർട്സ് ആയിരിക്കില്ല ഹാൻഡിൽ ചെയ്യുന്നത്. ദേ മൈറ്റ് ബി റിസപ്ഷനിസ്റ്റ്, അഡ്മിൻ ആയിരിക്കാം, മേ ബി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിരിക്കാം. സോ ബേസ്ഡ് ഓൺ വാട്ട് ദേ റിക്വയർ അതിനനുസരിച്ച് ആക്സസ് കൊടുക്കുന്നത് നമുക്ക് ബഗ്സ് കുറക്കാനും അല്ലെങ്കിൽ ഇഷ്യൂസ് കുറക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ലൈക്ക് ഇഫ് ദേ ആർ ജസ്റ്റ് അപ്ഡേറ്റിംഗ് ദ ബ്ലോഗ്സ്, അവർക്ക് ഒന്നുകിൽ എഡിറ്റർ അല്ലെങ്കിൽ ഓതർ ആക്സസ് കൊടുത്താൽ മതി. ബട്ട് ഇഫ് യു ഗിവ് ദ അഡ്മിൻ ആക്സസ് ദേ വിൽ കൺട്രോൾ അതർ തിങ്സ്. ലൈക്ക് ഇപ്പോൾ ടോപ്പിലൊരു അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണുമെങ്കിൽ ദേ വിൽ അപ്ഡേറ്റ്. മേ ബി അതൊരു റോങ് ടൈം ആയിരിക്കാം ആൻഡ് ദ സൈറ്റ് ക്യാൻ ഗോ ഡൗൺ ആസ് വെൽ. സോ ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ തിങ്. ആൻഡ് അതർ തിങ് എന്തൊക്കെയാണ് അവർ ഫ്രീക്വൻറ്റ് അപ്ഡേറ്റ്സ് എന്ന് കൃത്യമായിട്ട് ആദ്യം മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി ഈസി. Because it's all ഒരു ബിൽഡർ ഫ്രണ്ട്ലി വേ. വേർഡ്പ്രസ് ഇസ് മോസ്റ്റ്ലി വിസിവിക്. വാട്ട് യു സീ ഇസ് വാട്ട് യു ഗെറ്റ്, അതാണ് വിസിവിക് നമ്മൾ പറയുന്നത്. സോ മോസ്റ്റ്ലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. ബട്ട് ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്യുക, അതാണ് എനിക്ക് വർക്കൗട്ട് ആയത് കൂടുതലും. കാരണം ഇതുപോലുള്ള ഇഷ്യൂസ് വരാറുണ്ട്. പിന്നെ നമ്മൾ ക്ലയൻറ്റിന് കംപ്ലീറ്റ്ലി പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ടേം വെക്കും, ലൈക്ക് ഇഫ് യുവർ ടീം ഇസ് മേക്കിംഗ് എനി മിസ്റ്റേക്ക്. പിന്നെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിൻ കൺട്രോൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അഡ്മിൻ ഷെയർ ചെയ്യാതിരിക്കുക. ക്ലയൻറ്റിന് ഒരു സെപ്പറേറ്റ് അഡ്മിൻ കൊടുക്കുക. കാരണം ഹൂ മെയ്ഡ് ദി ചേഞ്ച് അത് കൃത്യമായി നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റണം. നാളെ ഇപ്പോൾ ക്ലയൻറ്റ് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ ചെയ്ത മിസ്റ്റേക്കിലാണ് സൈറ്റ് ഡൗൺ ആയെന്ന് പറഞ്ഞു, വി ഡോണ്ട് ഹാവ് എനിത്തിങ്. മറ്റേതാണെങ്കിൽ വി നോ ഹൂ അപ്ഡേറ്റഡ് ദ പോസ്റ്റ് ലാസ്റ്റ്, ഹൂ അപ്ഡേറ്റഡ് ദ പേജ് ലാസ്റ്റ്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. So that's one thing which I use, and mostly industry using the technique. Okay, so again, now idippam like 2020 is like an age of personal brands and content creators. And I've seen a lot of content creators, lot of people avarku oru websites കാര്യങ്ങളൊക്കെ ഉണ്ട്. But when I go into that, even like ഞാൻ വേർഡ്പ്രസ്സിൽ കണ്ടിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആയിരിക്കും, but it's not like, it doesn't feel like, okay, it's like a website. So again, but it's like a simple ഇതായിരിക്കും വരുന്നത്. പക്ഷേ ലോട്ട് ഓഫ് മിസ്റ്റേക്സ്, ലൈക്ക് എന്താ പറയുക, ഒരു പേഴ്സണൽ ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ക്രിയേറ്റർ ആകുന്ന സമയത്ത് എ വെബ്സൈറ്റ് വാട്ട് കണ്ടന്റ് ഷുഡ് ഇറ്റ് ഹാവ്, അല്ലെങ്കിൽ ബേസിക്കലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ, മെയിൻ തിങ്.
One question, storytelling. Okay. Everything. ഇപ്പോൾ റിസ്വാൻ്റെ പോഡ്കാസ്റ്റ് ആയാലും ഇറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റോറി ടെലിംഗ്. സോ ആസ് ഐ ടോൾ, ഒരു വെബ്സൈറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇഫ് യു ഗോ ടു എ ഷോപ്പ് ആൻഡ് ദറ്റ് ഷോപ്പ് കീപ്പർ അല്ലെങ്കിൽ സെയിൽസ്മാൻ നമ്മളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇറ്റ്സ് ദ സെയിം ട്രെൻഡ് ഒരു വെബ്സൈറ്റിൽ അതായിരിക്കണം. നമ്മളിപ്പോൾ ഒരു കഥ വായിക്കാൻ കയറി ഒരു വെബ്സൈറ്റിൽ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണെങ്കിൽ ചേഞ്ച് സംഭവം കംപ്ലീറ്റ്ലി. സോ എസ്പെഷ്യലി ഇപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് വി ഓൾറെഡി ഹാവ് എ വാല്യൂ. നമ്മൾ ഓരോ എക്സ്പെക്ടേഷൻ ലെവലുണ്ട്. സോ ഇഫ് യു ഗോ ടു ദ വെബ്സൈറ്റ് ആൻഡ് ഓൾ ദോസ് വിക്കിപീഡിയ കോണ്ടന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോൺ വർക്ക്. So it's something like you speak to your website visitors, and aesthetics wise നമ്മൾ ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്താൽ വി മേ നോട്ട് ഗെറ്റ് ഇറ്റ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ടെംപ്ലേറ്റ്സ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഫോറിൻ, പുറത്തുള്ള മോഡൽസിൻ്റെ ഒക്കെ ഫോട്ടോസാണ്. ആൻഡ് ദേ ഹാവ് ദ സെയിം കളർ പലറ്റ്സ് ഫോർ ദ സെയിം. സോ നമ്മൾ അതിൽ ജസ്റ്റ് ഫോട്ടോസും കണ്ടൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ ടു സം എക്സ്റ്റെൻഡ് ഓൺലി ഇറ്റ് വർക്ക്സ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിസ്വാൻ പറഞ്ഞതുപോലെ ദേ മൈറ്റ് ബി ലൈക്ക് നമ്മൾ ഓവർ എക്സ്പെക്ട് ചെയ്തിട്ട് അവിടെ പോയി ഒന്നുമില്ലാത്ത അവസ്ഥയിലാവും. So basically design everything. You can refer Apple websites. Okay. Like for any product launch they have a complete landing page and it's just like a storytelling. They are talking about improvements, how it helps you and everything. So adoru flow lana pova. If it's just like reading a book, നമ്മൾ മേലിനെ താഴോട്ട് എത്തുന്നവരെ and we'll reach a conclusion as well. So that's how a website should be designed if it is for branding purposes main. And if it is for sales, it should be something different. Sales ആകുമ്പോൾ നമ്മൾ pop up and FOMO effects ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. Other than that, it should be something clean and subtle. Okay, beautiful. So again, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് വെബ്സൈറ്റ് ലൈക്ക് വേർഡ് പ്രസ് യൂസ് ചെയ്യുന്നതിന് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലൈക്ക് അതർ സൈഡ് ലൈക്ക് നെഗറ്റീവ്സ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ആസ് വെൽ. സോ വാട്ട് ഈസ് ദാറ്റ്? വേർഡ്പ്രസ്സിലേക്ക് നമ്മൾ മെയിനായിട്ട് വരുന്ന സമയത്ത് വി നീഡ് ടു അഡ്രസ് ദി സെക്യൂരിറ്റി ഇഷ്യൂസ് ആസ് വെൽ. ലൈക്ക് എല്ലാ പ്ലാറ്റ്ഫോംസിനും സെക്യൂരിറ്റി ആൻഡ് ബഗ്സ് ഉണ്ട്. ആൻഡ് വേർഡ്പ്രസ് ബീങ് എ ഫെമിലിയർ പ്ലാറ്റ്ഫോം, ഞാൻ നേരത്തെ പറഞ്ഞു 43% ആണ് മാർക്കറ്റ് ഷെയർ. അപ്പോൾ നമ്മൾ കാണുന്ന 2 വെബ്സൈറ്റ്സിൽ ഒരെണ്ണം വേർഡ്പ്രസ് ആണെന്ന് പറഞ്ഞു. സോ ഇഫ് someone is trying to hack only WordPress websites, they can easily get into websites. But pros and cons. Pros നോക്കുകയാണെങ്കിൽ it's easy to set up. If you need a website overnight, നമുക്ക് പെട്ടെന്ന് സെറ്റപ്പ് ചെയ്യണം. You don't need to worry about the technical things. Go for a WordPress website. But if it is an e-commerce website where there is payment and everything involved, payment gateways ഒക്കെ involved ആണ്, you need to address the security first. Because you don't want anyone to peep into your orders and sales, and as well as taking the payment gateway to their bank account and all. സോ മെയിനായിട്ട് നമ്മൾ വേർഡ്പ്രസ് എടുക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, വേർഡ്പ്രസ് ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ ആൻഡ് വേർഡ്പ്രസ്സിന് ഗ്ലോബലായിട്ട് ഓരോ വേർഷൻസാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 6.0.2 ആണെന്നുണ്ടെങ്കിൽ എവറി വേർഷൻ, ലേറ്റസ്റ്റ് വേർഷൻ ആ 6.0.2 സോ ആ 6.0.2 ഒരു ബഗ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി അവൈലബിൾ. ആ വൾനറബിലിറ്റി എല്ലാ ആ വേർഷൻ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സിലും റിഫ്ലക്റ്റഡ് ആണ് സാധനം. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ ദി സെക്യൂരിറ്റി പ്രൊവൈഡഡ് ബൈ ദ ഹോസ്റ്റിംഗ് കമ്പനി, അതിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ വീക്ക്നെസ്സസ് നമുക്ക് കുറച്ചുകൂടി എക്സ്പ്ലോയിറ്റേഷൻ അതിനെ കുറച്ചുകൂടി തടയാൻ പറ്റും. ബിക്കോസ് സെർവറൊക്കെ ഫയർ വാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടൊക്കെ ചെയ്യുന്നതാണ്. സോ മോസ്റ്റ് ഓഫ് ദി അറ്റാക്സ് നമുക്ക് അതിൽ തന്നെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദി മെയിൻ തിങ്, ഇന്നൊരു ബഗ് വേർഡ്പ്രസ് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഐഡൻറ്റിഫൈ ആണെന്നുണ്ടെങ്കിൽ മേ ബി വിത്തിൻ 2-3 hours അല്ലെങ്കിൽ വിത്തിൻ 1 or 2 days അതിൻ്റെ ബഗ് ഫിക്സസ് വന്നിട്ടുണ്ടാവും. സോ സ്റ്റേയിങ് അപ് ടു ഡേറ്റ് ഇസ് വൺ മോർ തിങ്. ബിക്കോസ് നമ്മളിപ്പോൾ ഓൾഡ് ഔട്ട്ഡേറ്റഡ് ഡേറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെബ്സൈറ്റ് വിൽ ബി സെയിം, ബട്ട് അതിൻ്റെ എൻവയൺമെൻറ്റും അതിൻ്റെ പ്ലഗിൻസിലൊക്കെ അവർ ബഗ് ഫിക്സസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ട് വരുന്നതാണ്. സോ ഇഫ് യു മേക്ക് എ വെബ്സൈറ്റ് ആൻഡ് ലീവ് ഇറ്റ് അസൈഡ് ആൻഡ് ആഫ്റ്റർ 3 years നമ്മൾ കയറി നോക്കുമ്പോൾ മേ ബി ഒരു ഹാക്കറിൻ്റെ ലാൻഡിംഗ് പേജ് ആയിരിക്കും മിക്കവാറും കാണുന്നത്. സോ ഡെയിലി യു നീഡ് ടു ചെക്ക് ദി വെബ്സൈറ്റ്സ്. ഇറ്റ്സ് നോട്ട് ഡെയിലി, ഒരു പീരീഡിൽ നമ്മളൊരു മെയിൻ്റനൻസ് പോലെ വെക്കുക എന്നുള്ളതാണ്. സോ സെക്യൂരിറ്റി കൺസേൺ ഇസ് വാട്ട് യു നീഡ് ടു അഡ്രസ്. പിന്നെ പെർഫോമൻസ് വൈസ് വരികയാണെന്നുണ്ടെങ്കിൽ വേർഡ്പ്രസ് വെബ്സൈറ്റ് സ്ലോ ആണെന്നുള്ളതാണ് കൂടുതൽ ആൾക്കാരും പറയുന്നത്. ഇതിൻ്റെ ബാക്ക് എൻഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ആർ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെൻറ്റ്സ് കമ്മിങ് അപ്പ്. ഓക്കെ, സോ നോർമൽ ഒരു വെബ്സൈറ്റിന് വേണ്ട റിക്വസ്റ്റുകൾ മാത്രമല്ല വേർഡ്പ്രസ് ചെയ്യുന്നത്. വേർഡ്പ്രസിൻ്റെ ബാക്ക് എൻഡിൽ വേർഡ്പ്രസിൻ്റെ ഡാഷ്ബോർഡായി കണക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ വേർഡ്പ്രസിൻ്റെ തന്നെ എലമെൻറ്റർ പോലുള്ള പ്ലഗിൻസിനൊക്കെ ഇഷ്ടംപോലെ ബ്ലോട്ടഡ് കോഡ് ജനറേറ്റ് ആവുന്നുണ്ട്. സോ ദാറ്റ് ക്യാൻ സ്ലോ ഡൗൺ ടു വെബ്സൈറ്റ് ബട്ട് ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷേ അതിനൊക്കെ സൊല്യൂഷൻസും ഉണ്ട്. ഇറ്റ്സ് ലൈക്ക് യു നീഡ് ടു അഡ്രസ് ദി കൺസേൺസ്, അത്ര മാത്രമേ ഉള്ളൂ. വേറിപ്പോൾ ലൈക്ക് ഐ ഹാവ് designed almost 150+ websites for clients, and അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 140+ ആക്റ്റീവ് ആയിരിക്കും. ഐ ഹവ് നെവർ ഹാഡ് an instance where my website got hacked. ബട്ട് എൻ്റെ ക്ലയൻസിൻ്റെ വെബ്സൈറ്റ് പ്രീവിയസ് ആളുടെ നിന്ന് ഹാക്ക് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ സിൻസ് ഐ ഹാഡ് ദി എക്സ്പീരിയൻസ്, എനിക്കത് എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ലൈക്ക് എവിടെ നിന്നാണ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും, എങ്ങനെയാണ് വന്നിട്ടുള്ളത്. സോ ദ ബേസിക് തിങ് ഔട്ട്ഡേറ്റഡ് തീംസ് ഇങ്ങനത്തെ പ്രശ്നങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എൻട്രി കൊടുക്കുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് യു ഹാവ് എ റൂം, ഇഫ് യു ഫൊഗെറ്റ് ടു ക്ലോസ് ഇറ്റ് there are chances of getting hacked. Okay. But financially and easy to use, flexibility, because flexibility is one thing. Nammalipo some people say like WordPress is outdated,
ബട്ട് ഇപ്പോൾ വരുന്ന കോൺസെപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഹെഡ്ലെസ് CMS എന്നുള്ള രീതിയിൽ വേർഡ്പ്രസിനെ ബാക്ക് ആൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കമ്പനീസ് വരുന്നുണ്ട്. ആൻഡ് ഏർലിയർ സോണി, വാൾമാർട്ട്, എവറി വൺ യൂസ് വേർഡ്പ്രസ്. ദേ ആർ ബിഗ് കമ്പനീസ്. ദേ ഹാവ് റിസർച്ചും R&Dക്കൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദേ സ്റ്റിൽ യൂസ് ദ വേർഡ്പ്രസ് ആസ് എ ബേസിക് പ്ലാറ്റ്ഫോം. സോ ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മൾ പ്രോസ് ആൻഡ് കോൺസ് അഡ്രസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യെസ് ദർ മേ ബി ലൈക്ക് ഇപ്പോൾ വേർഡ്പ്രസ് ഈസി ആണെന്ന് പറഞ്ഞിട്ട് വരുന്നൊരു ക്ലയൻറ്റിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേർഡ്പ്രസ് സെക്യൂർ അല്ല എന്ന് വന്നിട്ട് പറഞ്ഞൊരു ക്ലയൻറ്റിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈവൻ വി ഡു പെൻ ടെസ്റ്റിംഗ് ഫോർ ദ സെയിം. കാളി ലിനക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് പെൻ ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ ക്ലയൻസിന് സൈറ്റ് കൊടുക്കണം. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു കൺവിൻസ് ബിക്കോസ് അവർ കണ്ടിട്ടുണ്ടാവുക മുന്നേ ഏതെങ്കിലും വേർഡ്പ്രസ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാസാസ് വെബ്സൈറ്റ് വാസ് ഹാക്ഡ്. ആൻഡ് ഈവൻ കേരള പോലീസ് ഇങ്ങനെയൊക്കെ ഗവൺമെൻറ് ഏജൻസീസിൻ്റെ വരെ വെബ്സൈറ്റ്സ് ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദേ ആർ നോട്ട് യൂസിങ് വേർഡ്പ്രസ്. സോ എവറി വെബ്സൈറ്റ് ഹാസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് ഹാക്ഡ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സെക്യൂറിങ് എ വെബ്സൈറ്റ്. സോ പ്രോസ് ആൻഡ് കോൺസ് വൈസ് വേർഡ്പ്രസ് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് ഇറ്റ്സ് എ CMS. അത്രയും ഫംഗ്ഷനാലിറ്റീസ് ഉള്ളൊരു CMS ടിൽ ഡേറ്റ് വി ഡോണ്ട് ഹാവ്. ആൻഡ് ഐ ഹോപ്പ് 4% ഇൻക്രീസ് ആണ് വരുന്നത്. ഹോപ്പ്ഫുള്ളി ബൈ 2 years ഇറ്റ് വിൽ കവർ 50% മോർ. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. സോ ഇപ്പം സ്റ്റേയിങ് അപ് ടു ഡേറ്റ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒബ്വിയസ്ലി ഈ where to get the information and how to stay updated, security thingsum bugs ആയാലും അതല്ലാണ്ട് ലൈക്ക് ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സോ where to get updated on that? മെയിൻലി വൺ തിങ്, ഇപ്പോൾ നമ്മൾ ഏതൊരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ദേ ഹാവ് എ ന്യൂസ് ലെറ്റർ സബ്സ്ക്രിപ്ഷൻ. ദേ ഓപ്റ്റ് യു ഫോർ ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ്. ബട്ട് നമ്മളെപ്പോൾ നമ്മുടെ ഇമെയിൽ ഫ്ലഡഡ് ആവുന്നതുകൊണ്ട് അത് നോ കൊടുക്കാറാണ് പതിവ്. ബട്ട് അത് എല്ലാത്തിനും കൊടുക്കണം എന്നുള്ളതല്ല. സോ ലൈക്ക് വേർഡ് ഫെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് സെക്യൂരിറ്റി പ്ലാറ്റ്ഫോംസ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഫയർവാളാണ് വേർഡ് പ്രസ്സിലൊരു പ്ലഗിനാണ്. സോ ദേ പുഷ് ഡെയിലി അപ്ഡേറ്റ്സ്. എന്തൊക്കെ ബഗ്സ് ഉണ്ട് അത് അഡ്രസ്സ് ചെയ്തു, അത് ഏത് വേർഷനാണെന്ന് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ഉണ്ട്. ആൻഡ് ദേ ഹാവ് എ ലൈക്ക് നമ്മൾ ഈ ഹാക്കത്തൺസ് ഒക്കെ പോലുള്ള പരിപാടി അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഈവൻ നമ്മുടെ റഷ്യ ഉക്രൈൻ വാർ ആ സമയത്തൊക്കെ വെബ്സൈറ്റ്സ് ടേക്ക് ഡൗൺ ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. സോ ഓൾ ദോസ് ഡേയ്സ് അവർ റെഗുലറായിട്ട് പുഷ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്, ഏതൊക്കെ പ്ലഗിൻസിനാണ് വിഷയങ്ങളുള്ളത്, ഏതൊക്കെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. സോ ദാറ്റ്സ് വൺ പ്ലേസ് വെർ യു ക്യാൻ ഗെറ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ ഓരോ പ്ലഗിൻ്റെതും ന്യൂസ് ലെറ്റേഴ്സിൽ നമുക്ക് പുതിയ ഫീച്ചർ അപ്ഡേറ്റ്സും മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. സോ ദീസ് ആർ ദ 2 മെയിൻ തിങ്സ്. പിന്നെ ഡോണ്ട് യൂസ് നൾഡ് തീംസ്. യു ഗെറ്റ് സംതിങ് ഫോർ ഫ്രീ, യു യൂസ് ഇറ്റ് ഓൺ എ വെബ്സൈറ്റ്. മേ ബി ആ നൾഡായിട്ടുള്ള നമുക്കിപ്പോൾ ഒരു $59 കിട്ടുന്ന ഒരു പ്ലഗിൻ ആയിരിക്കും. ബട്ട് യു ഗെറ്റ് ഇറ്റ് ഫോർ $1. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യും. യു ഡോണ്ട് അപ്ഡേറ്റ് ഇറ്റ്. ബട്ട് മേ ബി അതിനൊരു ബാക്ക് ഡോർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദ സെയിം പേഴ്സൺ ഹു ഈസ് സെല്ലിംഗ് ദി നൾ തീം അതിലേക്ക് ആക്സസ് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ വെബ്സൈറ്റ്സ് ടേക്ക് ഡൗൺ ചെയ്യാൻ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. സോ നോർമലി ലൈക്ക് മോസ്റ്റ്ലി ഇഫ് യു ആർ ട്രൈയിങ് ടു യുവർ മാക്സിമം ടു ഗോ ലൈക്ക് ബ്ലാക്ക് ഹാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് സാധനങ്ങളെടുത്ത് ഉടായ്പൊക്കെ നടത്തിയിട്ട് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ ദർ ആർ ചാൻസസ് ഓഫ് അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. ബാക്കി ദർ ആർ കമ്മ്യൂണിറ്റീസ്. എവറി തീം കമ്മ്യൂണിറ്റി ഓർ പ്ലഗിൻ കമ്മ്യൂണിറ്റി, ഇഫ് ദർ ഇസ് എ ബഗ് ദേ ഡോണ്ട് ഹൈഡ് ഇറ്റ്. അവർ പബ്ലിക്കായിട്ട് പറയും ലൈക്ക് വി ഹാഡ് എ ബഗ് ആൻഡ് വി ഫിക്സ്ഡ് ഇറ്റ്, പ്ലീസ് അപ്ഡേറ്റ് ടു ദ ലേറ്റസ്റ്റ് വേർഷൻ. ആൻഡ് ഈവൻ അവിടെ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തീമിഫൈ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഹാഡ് എ മെമ്പർഷിപ്പ്. ഇയർലി മെമ്പർഷിപ്പ് $89 ആണ് വരുന്നത്. സോ വൺസ് അവരുടെ ഒരു കോൺടാക്ട് ഫോം എന്നുള്ളൊരു പ്ലഗിന് ബഗ് വന്നു. ആൻഡ് അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിനൊരു അപ്ഡേറ്റ് ഇറക്കി. സോ മെമ്പർഷിപ്പ് ക്ലോസ് ആയ ആൾക്ക് ഒരിക്കലും അതിൻ്റെ അപ്ഡേറ്റ് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ദേ ആർ റോൾഡ് ഔട്ട് ഇറ്റ് ഫോർ ഫ്രീ. ലൈക്ക് ദേ ഹാവ് ദ കമ്മിറ്റ്മെൻറ്റ്. അവരുടെ ഒരു തീം അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലഗിൻ യൂസ് ചെയ്തിട്ട് ആർക്ക് ഇഷ്യൂസ് വരാമെന്നുള്ളൊരു കമ്മിറ്റ്മെൻറ്റാണ് അവിടെ വരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കമ്മ്യൂണിറ്റീസ് ആക്ച്വലി ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ദർ ആർ വേർഡ്പ്രസ് കമ്മ്യൂണിറ്റീസ് ആസ് വെൽ. WP ബിഗിനർ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. സോ ഇറ്റ്സ് ഈസി ഫോർ യു ടു ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇൻഫർമേഷൻ ഈസ് എവറിവെയർ, ബട്ട് ഡോണ്ട് ഗോ ആൻഡ് യൂസ് എവറിത്തിങ് ദാറ്റ് യു ഗെറ്റ് ഫോർ ഫ്രീ. ദാറ്റ്സ് ഇറ്റ്. യു നീഡ് ടു ലൈക്ക് ഒരു ക്രെഡിബിൾ ആയിട്ടുള്ളൊരു ഓത്തർ അല്ലെങ്കിൽ ഒരു ക്രെഡിബിൾ ആയിട്ടൊരു ഡെവലപ്പറിൻ്റെ പ്ലഗിൻസ് യൂസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് മെയിൻ തിങ്. Okay, so one question is that nammalippam like it's time of SEO, SMO and all that, right? So how important is copy അല്ലെങ്കിൽ the content in a website? മെയിൻ തിങ് SEO ഫ്രണ്ട്ലി ആയിരുന്നു വേർഡ്പ്രസ്. അതായിരുന്നു ആൾക്കാർ വേർഡ്പ്രസ്സിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള കാരണം. ലൈക്ക് സേ ഒരു 5 years or 6 years back, digital marketing is not a common word that we hear. Blogging, yes, we heard. AdSense, we heard. But ഈ SEO, SMO ഇങ്ങനത്തൊന്നും സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ ആയാലും മാർക്കറ്റിംഗ് ആയാലും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആയാലും ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് കേട്ട് വരുന്നൊരു ടേംസ് അല്ല. ബട്ട് വേർഡ്പ്രസ്സിൻ്റെ മെയിൻ പിച്ചിങ് പോയിന്റ് ഇസ് ഗൂഗിൾ ഫ്രണ്ട്ലി വെബ്സൈറ്റ്സ്, സെർച്ച് എഞ്ചിൻ ഫ്രണ്ട്ലി വെബ്സൈറ്റ്സ് എന്നുള്ള രീതിയിലാണ്. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് യൂസിങ് വേർഡ്പ്രസ് ബേസിക്കലി ഫോർ മണി. ലൈക്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഡെയിലി ബ്ലോഗ് ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യും. ദേ ഗെറ്റ് മണി ഫ്രം ആഡ്സെൻസ്. സോ ഈ രീതിയിലാണ് ബേസിക്കായിട്ട് വേർഡ്പ്രസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ SEO പാർട്ട് സ്റ്റിൽ വേർഡ്പ്രസ് ഇസ് ഗുഡ്. ആൻഡ് ആസ് ഐ ടോൾഡ് വിക്സ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ട് SEO പാർട്ടിലാണെന്നുണ്ടെങ്കിൽ. വേർഡ്പ്രസ്സിൽ ഓൾമോസ്റ്റ് എല്ലാ ടൂൾസും അവൈലബിൾ ആണ്. ഈവൻ ഗൂഗിൾ വെബ് സ്റ്റോറീസ്, ഇറ്റ്സ് എ റീസെൻറ്റ് അപ്ഡേറ്റ്. നമുക്ക് ഫ്രീ ആയിട്ട് ഗൂഗിളിൽ നിന്ന് ട്രാഫിക് കിട്ടാനുള്ളൊരു വഴി കൂടിയാണ് ഗൂഗിൾ വെബ് സ്റ്റോറീസ്. സോ
വെൻ ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ് അതിന് WordPress സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നു. സോ ഇറ്റ്സ് ഗെറ്റിംഗ് അപ് ടു ഡേറ്റ്. യു ക്യാൻ സ്പ്ലിറ്റ് ടെസ്റ്റ്, A/B ടെസ്റ്റ്. ഇപ്പോൾ റിസ്വാൻ ഓൾറെഡി ഏജൻസിൻ്റെ എക്സ്പീരിയൻസിൽ അറിയുണ്ടാവും. ലൈക്ക് സ്പ്ലിറ്റ് ടെസ്റ്റിംഗ്, A/B ടെസ്റ്റിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. ആൻഡ് നമ്മൾ സാധാരണ രീതിയിൽ വെബ്സൈറ്റ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കോഡ്സ്, സേ ഹീറ്റ് മാപ്പ്, ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. സോ ഇറ്റ്സ് അവൈലബിൾ ഫോർ നോർമൽ വെബ്സൈറ്റ്സ് ആൻഡ് ദ സെയിം കോഡ് ഇസ് അവൈലബിൾ ഫോർ WordPress വെബ്സൈറ്റ്സ്. സോ ഇൻറ്റഗ്രേഷൻ വൈസ് ദർ ഇസ് നത്തിങ് ഹോൾഡിംഗ് ബാക്ക് WordPress. അപ് ടു ഡേറ്റ് ആണെന്ന് വെച്ചാൽ ഇറ്റ്സ് അപ് ടു ഡേറ്റ്, യു ക്യാൻ ഡു എനിത്തിങ്. പിന്നെ എല്ലാ എന്താ പറയുക, നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വരുന്ന അപ്ഡേറ്റ്സിനനുസരിച്ച് ഇപ്പോൾ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസേഷൻ, എങ്ങനെ ഒരു വെബ്സൈറ്റിൻ്റെ കൺവേർഷൻ റേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാം, എങ്ങനെ ഒരു ലാൻഡിംഗ് പേജ് ഡിസൈൻ ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴും WordPress ഹാസ് ഇറ്റ്സ് ഓൺ ടൂൾസ്. ദർ ആർ ഇപ്പോൾ Divi പോലെയൊക്കെയുള്ള സാധനങ്ങൾ സ്പ്ലിറ്റ് ടെസ്റ്റിംഗ്, A/B ടെസ്റ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് മോസ്റ്റ്ലി അപ് ടു ഡേറ്റ് എന്ന് പറയാം. SEO എവറിത്തിങ് ഹസ് കവേർഡ്. ആൻഡ് ഈവൻ ഫേസ്ബുക്ക് ഫോർ ഇ-കോമേഴ്സ്, ഫേസ്ബുക്ക് കോമേഴ്സ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി ടു പുൾ പ്രോഡക്ട്സ് ഫ്രം, അതായത് ഇത്രയേ ഉള്ളൂ, നമ്മൾ സ്റ്റാർട്ടിങ് ടൈമിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം കോമേഴ്സ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻസ്റ്റാഗ്രാം ഷോപ്പിംഗ് കൂടുതലായിട്ടും. നമ്മൾ പുറത്തുള്ള കൺട്രീസിലൊക്കെ ഷോപ്പബിൾ ആഡ്സും കാര്യങ്ങളൊക്കെ അതിൽ വരാൻ തുടങ്ങി, ഫീഡ്സ് ആയാലും ഷോപ്പബിൾ ആഡ്സൊക്കെ. സോ ബാക്ക് ആ സമയത്തൊന്നും ഡയറക്റ്റായിട്ട് ഇപ്പോൾ നോർമൽ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോഡക്ട്സ് നമ്മൾ പുഷ് ചെയ്യും, അത് ഡയറക്റ്റ്ലി ഫേസ്ബുക്കിൻ്റെ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് കയറില്ലായിരുന്നു. ബട്ട് വിത്ത് പിക്സൽ, വിത്ത് 1 കോഡ് ആൻഡ് 5 സെറ്റപ്പ് ഓർ ക്ലിക്സ്, നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് ടു ഫേസ്ബുക്ക് ഷോപ്പ് ആൻഡ് ഫ്രം ദെയർ യു ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് ഇ-കോമേഴ്സ് കാറ്റലോഗ്സ്. സോ ഇതൊക്കെ എന്താ പറയുക, ഫ്യൂച്ചർ റെഡി ആയിട്ടാണ് വരുന്നത്. ഈവൻ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ ഷോപ്പിംഗ് ആഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഗൂഗിളിൻ്റെ മെർച്ചൻറ്റ് സെൻറ്റർ ഉണ്ട്, അതായത് നമ്മൾ മെയിനായിട്ട് കാണുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട് ഗൂഗിളിൽ. സോ ആ കേസിലൊക്കെ യു ക്യാൻ ഇൻറ്റഗ്രേറ്റ് വിത്ത് WordPress. You can add your API keys and everything. Just one click and all your products get uploaded. മറ്റേ കേസിലാണെന്നുണ്ടെങ്കിൽ we need to know how the data is structured. അതിനനുസരിച്ച് നമ്മൾ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ പുഷ് ചെയ്യുന്നത്. സോ ഇറ്റ് വാസ് ലിറ്റിൽ ഡിഫിക്കൽട്ട്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്യൂച്ചർ റെഡി. ദർ ഇസ് നോ വറീസ്. നമുക്കിപ്പോൾ ഒരു 2018 ചെയ്തൊരു വെബ്സൈറ്റ് പിന്നീട് ഒരു 2023 ആൾക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിട്ട് വേണം, സെയിൽസ് ഫോക്കസ് ആയിട്ട് വേണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഈസി. ഇറ്റ്സ് ഐദർ 1 or 2 plugin updates or 1 or 2 functionalities or enhancements. മെയിൻ്റെനൻസും കംപ്ലീറ്റ്ലി കുറവാണ്. ബട്ട് ആസ് ഐ ടോൾഡ്, യു നീഡ് ടു ട്രസ്റ്റ് ആ പ്ലഗിൻ പ്രൊവൈഡേഴ്സ്, തീം പ്രൊവൈഡേഴ്സ് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. നല്ല ആൾക്കാർ മാത്രം ചൂസ് ചെയ്യുക. പ്ലസ് ഹോസ്റ്റിംഗ് ഇസ് വൺ തിങ്. ഇഫ് യു ഗോ ഫോർ എ വെരി ചീപ്പ് ഹോസ്റ്റിംഗ്, ദർ ആർ ചാൻസസ് ദാറ്റ് യു ക്യാൻ ഗെറ്റ് ഹാക്ഡ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ലൈക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്ന സൈഗ്രൗണ്ട് സെർവേഴ്സാണ്. ഇറ്റ്സ് ലിറ്റിൽ എക്സ്പെൻസീവ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നോട്ട് മച്ച്. അപ്പോൾ ഒരു വെബ്സൈറ്റിന് തന്നെ ഏകദേശം 6,000-7,000 rupees നമ്മൾ കൊടുക്കണം. സോ ബൾക്കായിട്ടാണ് നമ്മൾ വെബ്സൈറ്റ്സ് വാങ്ങിക്കുന്നത്. സോ ദേ ഹാവ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ്, അവരുടെ സെക്യൂരിറ്റി ടീംസ് ഉണ്ട്. ലൈക്ക് ഇതുപോലെ കമ്മ്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിലും ഹോസ്റ്റിംഗ് കമ്പനീസ് ആണ്, ദേ ആർ ഓൾസോ വർക്കിംഗ്. ലൈക്ക് ഈ സൈബർ സ്പേസിലുള്ള അറ്റാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാത്രമല്ല, ഈ ഹോസ്റ്റിംഗ് കമ്പനീസ് ആണെങ്കിലും എല്ലാ കമ്പനീസും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് എ ട്രസ്റ്റഡ് വൺ ഹു ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ലൈക്ക് എൻഹാൻസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ ദർ ആർ ചാൻസസ് നമ്മൾ ഇഷ്യൂസ് വരാനും അതുപോലെ ബഗ്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. Okay, so one last question. This is primarily based on like in the small business, അതേപോലെ തന്നെ ബിഗിനേഴ്സ് അറ്റ് ലൈക്ക് ഓൺ സോഷ്യൽ മീഡിയ. ലൈക്ക് കാരണം വെച്ചാൽ ഒരുപാട് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റഗ്രാം ആസ് എ ബിസിനസ് വെബ്സൈറ്റ് എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് എന്താ പറയുക, ബയോയിൽ കൊടുക്കുന്ന ലാൻഡിങ് പേജ് ലൈക്ക് ലിങ്ക് ട്രീ, അതുപോലെ തന്നെ ക്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇസ് ലൈക്ക് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് മതിയോ, or like should they switch into a website, or what is that like, or where you see the future of WordPress when all these things are coming in? Like something like ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽസ് ആണെന്നുണ്ടെങ്കിലും ലൈക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ബേസിക്കലി വി ആർ പ്രസൻറ്റ് എവറി ഡേ. നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യും. ബട്ട് വെബ്സൈറ്റിൽ നമ്മൾ അങ്ങനെ റെഗുലറായിട്ട് പോസ്റ്റ് ചെയ്യാറില്ല. ഈവൻ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ പണ്ട് നമുക്ക് ലിങ്ക്സ് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതർ ദാൻ ബയോ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ യു ഹാവ് ലിങ്ക് സ്റ്റിക്കേഴ്സ്. നൗ യു ക്യാൻ സെൻഡ് യുവർ വെബ്സൈറ്റ് ലിങ്ക് ആസ് വെൽ. സോ ഗെറ്റിംഗ് ദ ചാൻസ് ഓഫ് ഷെയറിങ് യുവർ വെബ്സൈറ്റ്, നമ്മുടെ ഒരു വെബ്സൈറ്റ് ആൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ള ചാൻസസ് വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ എവറി ബിസിനസ് ഷുഡ് ഹാവ് എ വെബ്സൈറ്റ്. ഇറ്റ്സ് നോട്ട് ദ കേസ്. ബട്ട് ഇഫ് യു ഹാവ് സംതിങ്, നമുക്ക് പറയാനുള്ള കൂടുതൽ കാര്യങ്ങൾ അതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇറ്റ് ക്യാൻ ഹാവ് റിച്ച് മീഡിയ കോണ്ടൻറ്റ്, ഇറ്റ് ക്യാൻ ഹാവ് ഫോട്ടോസ്, ഇറ്റ് ക്യാൻ ഹാവ് ടെസ്റ്റിമോണിയൽസ്, ഇറ്റ് ക്യാൻ ഹാവ് റിവ്യൂസ്, ഇറ്റ് ക്യാൻ ഹാവ് വീഡിയോസ്, പിന്നെ ഗൂഗിൾ റേറ്റിംഗ്സ് പോലുള്ളത് എംബഡ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ബട്ട് ഇൻസ്റ്റാഗ്രാംസിൽ യു സി ഇപ്പോൾ ലോട്ട് ഓഫ് കമ്പനീസ് വർക്ക് ചെയ്യുന്നത് ഇപ്പോഴും ഇമെയിൽ ന്യൂസ് ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. വി ഡോണ്ട് നോ ഹൗ ആർ വി ഗെറ്റിംഗ് ഇൻ ടു ദെയർ ന്യൂസ് ലെറ്റേഴ്സ്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്ട്ലി ന്യൂസ് ലെറ്റർ സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ഇപ്പോൾ ആസ് ഓഫ് നൗ വന്നിട്ടില്ല. സോ ഇഫ് യു ക്യാൻ പുൾ യുവർ കസ്റ്റമർ ഫ്രം യുവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ടു യുവർ ന്യൂസ് ലെറ്റേഴ്സ്, either today or tomorrow you can convert them to customers as well. So it's not like you don't need to have that particular strategy, but
it's possible because link stickers ഒക്കെ ഇപ്പോൾ റീസെൻ്റ്ലി ആണ് വന്നത്. So there are possibilities for web as well. Okay, so that was the last question. Thank you so much. I think ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. And I've been thinking like, okay, that like, now I'm thinking of like again going starting your website. Yeah, reworking on my website. And if there is anything, you should message me as well. Definitely. So any final notes that you want to add on? Something for if somebody is wishing to get into web designing, there are platforms, a lot of platforms coming up every day. But ഇപ്പോഴും എല്ലാവരും കോഡിങ്ങിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. So there are zero code platforms, no code, bubble ഒക്കെ പോലുള്ള no code platforms, even you can develop apps. And even വലിയ entrepreneurs പറയുന്നത് the future of code is no code എന്നുള്ളതാണ്. Yes, we need coding, but if you are not planning to get into coding, I think WordPress is one option where you can start learning, and it's a business model as well. For the past 6 or 7 years, WordPress is the only thing that feeds me. Okay, and the primarily earnings it's by making websites on WordPress and teaching people how to design websites on WordPress. So it's completely WordPress for me. Yeah. So if someone comes to me with a platform, either you see that WordPress I won't admit it, because 6 years experience, having a good experience right now and helping people doing WordPress, it's something I feel like the public needs it. Okay, so അങ്ങനെയാണെന്നുണ്ടെങ്കിൽ I have one more question, one simple question. എന്ന് വെച്ചാൽ ഇപ്പം will this no code end, or will this ഈ no code എന്നുള്ള സംഭവം ഇതൊരു ലൈക്ക് എൻജിനീയേഴ്സിനുള്ള കൈൻഡ് ഓഫ് എൻഡിങ് പോയിന്റ് ആയിരിക്കും? Not much, because even to build a no code platform there needs engineers. Okay, sorted. All right, ഇനി എന്തെങ്കിലും ഇടണ്ടോ? Nothing, all good. Okay, all right, so thank you so much. I think it was kind of a mini workshop. Thank you so much for doing this. My pleasure. Thank you for inviting me as well again. And yeah, take care, bye bye.